എക്സാം എഴുതി നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് മിസ് എത്തിയിരിക്കുന്നത്. ഇത്രയും നാളും നമുക്കറിയാലേ നമ്മുടെ SSLC എക്സാമിൻ്റെ ഡേറ്റ് ഇന്ന് വരും, നാളെ വരും, 15, 20 എന്ന് പറഞ്ഞ് മാറി കളിക്കുകയായിരുന്നു. പക്ഷേ ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാർ അറിയിച്ചിരിക്കുകയാണ്, SSLC എക്സാം എഴുതി നിൽക്കുന്ന എല്ലാ മക്കളുടെയും റിസൾട്ട് എന്ന് പറയുന്നത് May 20 തന്നെ പബ്ലിഷ് ചെയ്യും. എന്ത് സംഭവിച്ചാലും നമ്മുടെ റിസൾട്ട് ഇനി May 20 എന്ന് പറഞ്ഞ ഡേറ്റിൽ പബ്ലിഷ്ഡ് ആവും. അതായത് ഇനി 5 ദിവസം മാത്രമാണ് നമ്മുടെ റിസൾട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂസ് കേട്ടിട്ട് എൻ്റെ കുട്ടികൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എക്സാമിനൊപ്പം ചേർന്നതിന് എൻ്റെ കുട്ടികൾ എല്ലാവരും നന്നായി തന്നെ എക്സാം എഴുതിയവരാണ്. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ തന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇവിടെ മിസ്സും എൻ്റെ എക്സാമിൻ്റെ ടീമും ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളുടെ റിസൾട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് എൻ്റെ കുട്ടികൾക്ക് എന്താ തോന്നുന്നത്? പേടിയാണോ, വിഷമാണോ, സന്തോഷമാണോ, അതോ എക്സൈറ്റ്മെൻറ്റ് ആണോ എന്നുള്ള കാര്യം വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് നമ്മുടെ എക്സാം വിന്നറുമായിട്ട് ഷെയർ ചെയ്യുക. എന്ത് തന്നെയായാലും നമ്മൾ എക്സാം വിന്നർ ഫാമിലി നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നുള്ള കാര്യം ആരും മറക്കരുത്. അതേപോലെ തന്നെ അപ്പോൾ ഒഫീഷ്യലി +1 കയറുകയാണല്ലേ. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ നമ്മുടെ എക്സാം വിന്നർ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഈ വീഡിയോ കാണുന്നതിൻ്റെ എല്ലാ കുട്ടികളും നമ്മുടെ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മുതൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ +1 ചാനലിലായിരിക്കും. ഇനി ഫർദർ റിസൾട്ട് റിലേറ്റഡ് ആയിട്ടും ബാക്കി അഡ്മിഷൻ എല്ലാ കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും നമ്മുടെ +1 ചാനൽ അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആരും മറക്കല്ലേ, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ എൻറ്റയർ എക്സാം വിന്നർ ഫാമിലി ഇവിടെ പ്രേ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ ഒപ്പം ഉണ്ട്. നല്ല റിസൾട്ട് തന്നെ നേടാൻ എൻ്റെ എല്ലാ കുട്ടികൾക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് ഓൾ ദ ബെസ്റ്റ്.